എന്താ ഇങ്ങനെ? എൻ്റെ അമ്മ ഇവിടെ ICUലുണ്ട്. ക്രിട്ടിക്കലാ. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. ദിൽ തോ പാഗൽ ഹൈ, ദിൽ ദീവാന ഹൈ, ദിൽ തോ പാഗൽ ഹൈ, ദിൽ ദീവാന. സോറി അളിയ, ഇതിലും ഭേദം നിന്റെ അച്ഛനാ. പങ്കാളിയെ ബില്ലടിച്ചിട്ടാ ഒടുക്കത്തെ തിരക്കായിരുന്നടാ. താങ്ക്സ് പങ്കാളി. ഫ്രണ്ട്ഷിപ്പിലൊക്കെ എന്ത് താങ്ക്സ് വെച്ചാണ്. എത്രയാണ്? 26,000. നീ കയറ്റി വയ്ക്കല കറക്റ്റ് പറ. എന്താന്ന്? നീ കമ്മീഷൻ അടിക്കല കറക്റ്റ് എമൗണ്ട് പറ. കമ്മീഷനാ? നീ കറക്റ്റ് എമൗണ്ട് പറ. ഒറ്റിടി വെച്ചാൽ നീ ഇടിക്ക് പക്ഷെ കയറ്റി വയ്ക്കല്ലേ. അവന്റെ അച്ഛനെ വയ്യാതെ കിടക്കുമ്പോഴാണ് നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ. ശരിക്കും എത്രയായി? 22,000. അളിയ 24,000. 1000 അപ്പൊ 22,000. ഇനി വീട്ടിലടയ്ക്ക് എന്റെ പട്ടി പോവും. അമറേ, ആംബുലൻസ് ഡ്രൈവർ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലല്ലേട്ടോ വരട്ടേന്ന്. അതല്ലടാ, അവനാണ് നിന്റെ അച്ഛനെ ആശുപത്രി കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവർ. അവൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞത് ഒന്ന് പോയി കണ്ടേരി. ജഡായു സാബു. ജഡായു സാബു? ചേട്ടാ ഈ സാബു ജഡായു സാബു. താങ്ക്സ് ചേട്ടാ. അപ്പൊ ഓക്കെ എന്നാ. ചേട്ടൻ പോണേണോ? പിന്നെ ഞാനീ താങ്ക്സ് കേൾക്കാൻ വേണ്ടി നിന്നാ. ചേട്ടൻ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ അച്ഛൻ. അതിലൊന്നും ഒരു കാര്യമില്ലടോ. ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നത്. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. നമുക്ക് എന്താണ്, നാളെ നമ്മളെ ഒരു വണ്ടി ഇടിച്ച് റോട്ടിൽ കിടന്ന ആരും തിരിഞ്ഞു നോക്കാതെ പട്ടിയെപ്പോലെ കിടന്ന് ചാവരുത്, അത്രേ ഉള്ളൂ. അതാണ്. അതെ, ഈ ജഡായു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ വരുമല്ലോണാ. അത് ആളുകളെ പറന്നു നിന്ന് രക്ഷിക്കുന്നോണ്ട് നാട്ടുകാരിട്ട പേരാ. പറഞ്ഞു നിന്ന് രക്ഷിക്കുന്ന ഡിങ്കനല്ലേ? എന്താ? ഒന്നുമില്ല. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ ശരി. അല്ല ചേട്ടാ അങ്ങനെ പോലെ ചേട്ടൻ എന്തെങ്കിലും വാങ്ങണം. എനിക്കൊന്നും വേണ്ട. ഓക്കെ. അതല്ല, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും വാങ്ങണം. സാബു അങ്ങനൊന്നും വാങ്ങാറില്ല. പറ്റില്ല ചേട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടേ പോവാൻ പറ്റുള്ളൂ. വാങ്ങണം. എന്നാ ഒരു 100 രൂപ. അതിച്ചിരി കൂടുതലല്ലേ ചേട്ടാ? മാങ്ങാ തൊലി വെറുതെ മനുഷ്യനോടിയാക്കാൻ. ചേട്ടാ പറയട്ടെ, ഞാൻ വെറുതെ ഒരു തമാശക്ക്. ചേട്ടൻ എങ്ങനെ തളിക്കുവോ? ഇല്ല, കമത്തും. പങ്കാളി നമ്മുടെ ചോരാണ്. അതേ, ഞങ്ങള് വട്ടായക്കൊരു പുണ്യയാത്ര പോകാൻ വേണ്ടി ഇരുന്നാണ്. അതിനിപ്പോ നടക്കൂല, ഇതെങ്ങനെ നടക്കട്ടെ. ഓക്കെ. പക്ഷെ ഞാൻ പറയുന്ന സ്ഥലം, ഞാൻ പറയുന്ന സമയം, ഞാൻ പറയുന്ന സാധനം, നിങ്ങളുടെ ചെലവ്. ഓക്കെ? ഹലോ, കുരിശുവല്ല എടുത്തോ? ഞാൻ എത്തി. ഇതെന്ത് സാധനടാ? ഉള്ളാട്ടാ. നല്ല മനുഷ്യൻ. ആ 100 രൂപയും കൊടുത്ത് പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. ഒന്നും പറയണ്ട. അവള് രാത്രി തച്ചിനിരുന്ന് എടുത്ത സെൽഫിയൊക്കെ അവന് ഉടക്കി കഴിഞ്ഞപ്പോ ഭർത്താവിന് അയച്ചു കൊടുത്തു. ഒന്ന് സ്പീഡിൽ പോടാക്കൂ. ഇതിന്റെ മാക്സിമം സ്പീഡാണ്. നിന്റെ കൂടെ പിടിക്കാൻ പതുക്കെ പോയിട്ടാണ് ഇതിന് മൈലേജ് കിട്ടാത്തത്. എന്നിട്ട് നീ നേഴ്സിന്റെ കാര്യം പറയണം. അവളുടെ ഭർത്താവ് ദുബായിന്ന് വന്നു. അത് എന്റെ സ്റ്റെപ്സ് എല്ലാം കുളമായിരുന്നു. ആര് തെറ്റിച്ചാലും നമ്മുടെ മേക്കിട്ട് എറിയും. മതി. ഇവള് ഡെയിലി ഓരോരുത്തരുമാരാണോ കൊണ്ടുവിടുന്നത്? ഇവിടെ സിനിമാറ്റിക് ഡാൻസിന് തന്നെയാണോ പോണത്? അത് നിനക്ക് അവളോട് തന്നെ ചോദിക്കാറുന്നില്ലേ? അതിനിപ്പോ ഞാൻ ചോദിക്കും. കാണണം. ചോദിക്കടാ. ഞാൻ ചോദിക്കടാ. നീ പോടാ. ദേവൻ ചോദിക്കാൻ പോണ നീ വണ്ടി വിട്. ചോദിക്കട്ടാ. ഇവിടെ നിർത്തിയാ മതി. നാളെ നേരത്തെ വന്നേക്കണേ. ഇവിടെ മതി. അപ്പൊ ഓക്കെ. ഇവളെ ഡെയിലി ഓരോരുത്തന്മാരാണല്ലോ കൊണ്ടാക്കണത്. ഇവള് സിനിമാറ്റിക് ഡാൻസിന് തന്നെയാണോ പോണത്? നിന്റെ ഡയലോഗ്. ഇവന് കിട്ടേണ്ട അടിയായിരുന്നു. സിനിമാറ്റിക് ഡാൻസ് ഞാൻ നിർത്തി. ഇപ്പൊ കൊട്ടേഷനാടാ പണി. ചെല്ലൻ